ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തി കെ.എസ്.യു. സംസ്ഥാന നേതൃത്വം. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു അരമണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ച. എസ്.എഫ്.ഐ. പശ്ചാത്തലമുള്ള ജയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിലുള്ള ആശങ്ക നേതാക്കൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ വ്യക്തമാക്കി. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനും കെ.എസ്.യു. സംസ്ഥാന നേതൃത്വവും തമ്മിലുണ്ടായ തർക്കം അതിന്റെ പാരമ്യത്തിലേക്ക് കടന്നതോടെയാണ് പാർട്ടി നേതൃത്വം അനുനയ നീക്കത്തിന്റെ ഭാഗമായി വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കെ.എസ്.യു. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് വിളിച്ചത്. 3:30യോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെ.എസ്.യു. സംസ്ഥാന നേതാക്കളും വി.ഡി. സതീശനും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചത്. കെ.എസ്.യു. നേതൃത്വത്തിന് ജയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കകളും അതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കാനിടയായ സാഹചര്യങ്ങളും അടക്കം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കെ.എസ്.യു. നേതൃത്വം കൃത്യമായ വിവരങ്ങളെല്ലാം വിശദീകരിച്ചു. അദ്ദേഹം അത് മുഴുവൻ കേട്ടിരുന്നുവെന്നാണ് കെ.എസ്.യു. നേതാക്കൾ മാധ്യമങ്ങളോട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. അനുഭാവപൂർണമായ ഒരു തീരുമാനം, പോസിറ്റീവായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അലൂഷ്യ സേവ്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട കെ.എസ്.യുവിന്റെ മുഴുവൻ ആശങ്കകളും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങൾ അറിയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്നാണ് അന്നും പറഞ്ഞിരുന്നത്. അദ്ദേഹവും ഈ മന്ത്രിസഭയിലെ മുഴുവൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുഴുവൻ മന്ത്രിമാരും കെ.എസ്.യുയിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും കെ.എസ്.യുക്കാരുടെ വൈകാരികത എല്ലാം അവരിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരിക്കൽ കെ.എസ്.യു ആയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർ കെ.എസ്.യു ആണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ സർക്കാരിന്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്കുള്ള ബോധ്യങ്ങൾ, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ അറിവുകൾ മുഴുവൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് സർക്കാരാണ്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട പാർട്ടിയും അതോടൊപ്പം പോഷക സംഘടനകളും വലിയ തരത്തിൽ സർക്കാരിനെതിരെ പോർമുഖം തുറക്കുകയും അത് ഭരണത്തെ തന്നെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വിമർശനങ്ങളായി ഉയരുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തിയത്. കെ.എസ്.യുവിന്റെ അഭ്യർത്ഥന മാനിച്ച് ജയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇനി ഏറ്റവും ആകാംക്ഷയുണർത്തുന്ന കാര്യം. അങ്ങനെ ഉണ്ടായെങ്കിൽ അത് വലിയൊരു മഞ്ഞിരുക്കൽ നീക്കമായി വ്യാഖ്യാനിക്കപ്പെടും. അതല്ല, ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനവുമായി സർക്കാർ മുമ്പോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ കെ.എസ്.യു. ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചവർ തുടർന്ന് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും ഇതിനെതിരെ നടത്തുക എന്നതാണ് ശ്രദ്ധേയമായി മാറുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.